ഹായ് ഹലോ നമസ്കാരം. വലിയ മലയാളി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയിലപ്പീരയും പിന്നെ ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 അയില മീൻ ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതാണോ. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിക്കാം, ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നല്ലപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച ശേഷം 7-8 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതാണോ, ഏകദേശം ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ്ടോ, നമ്മുടെ അയില മീനൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി അല്ലി നമുക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ കെട്ടിയത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ്ടോ, നല്ലപോലെ ക്രഷ് ചെയ്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവൽ മതി. ഓക്കെ, ഈ സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ ഇവിടെ ചൂടാറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ മാംസവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ആ മുള്ളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ആ ഇറച്ചി മാത്രമൊന്ന് നമുക്കൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇതാണ്. ഇതേപോലെ എല്ലാ മീനിനെയും നമുക്കിത് മുള്ളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ മാംസം മാത്രം ഒന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ മീനിനെയും നമുക്ക് ഇതേപോലെ ഉണ്ട് മാംസം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മുള്ളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ്ടോ, സെറ്റായിട്ട് വന്നിട്ട് ഇനി ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് നമുക്ക് അന്ന് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇത് പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മിക്സിങ് ആക്കി എടുക്കാം. അതിനിടയ്ക്ക് പൊടിഞ്ഞാലും സാറില്ല. ഓക്കെ, ഇതാണ്ടോ, സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ ഇവിടെ ചെറിയൊരു അളവിൽ ഒരു വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഓക്കെ, ഈ സമയം കൊണ്ട് ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഓക്കെ, ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി അതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ചെറുതായി കട്ടിയതാണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വരുന്നവരേക്കും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ പ്രത്യേകം വെക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ കളർ മാറി വെന്ത് വന്ന് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും മീനും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒരു 3 ടേബിൾ സ്പൂണാണ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ ഒപ്പം നമുക്കൊരു പുളിവെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഓക്കെ, ഇതാണ്ടോ, നല്ലപോലെ മിക്സിങ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടി ഒന്ന് സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. ഞാനിതൊന്ന് ആവി കയറ്റാൻ പോകണം. ഓക്കെ, ഞാനിതൊന്ന് അടച്ച് വെച്ച ശേഷം 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ആവി കയറ്റി വയ്ക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം നോക്കാം. ഓക്കെ, ഏകദേശം 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്താ മണം, ഒരു രക്ഷയില്ല. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആവിയൊക്കെ പറവറാന്ന് പറക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, നമുക്കിതെന്താണെന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ രീതിയിൽ ആവിയൊക്കെ കയറ്റി വെച്ചിരിക്കേണ്ട രുചിയും മണവും നല്ല വേറെ ലെവലാവും. സെറ്റാണ്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇളക്കുമ്പോഴൊരു മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി മണമാണിത്. കഴിക്കുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. അത്രയും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കേട്ടോ, സെറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അയിലപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ ഇത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇനി നമുക്കൊരു ഒഴിച്ചു കൂട്ടാൻ കൂടി ഉണ്ടാക്കാം. ഓക്കെ, അതും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒഴിച്ചു കറിക്ക് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വാളംപൊടി ഇട്ട് കൊടുക്കാം, ഒരു ചെറിയൊരു പീസ് മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ്ട, നല്ലപോലെ ക്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 10 ചെറിയുള്ളി അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 2ാം പ്രാവശ്യം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. കണ്ടോ, നല്ലപോലെ അരച്ച് സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നല്ലപോലെ വെന്ത് കുഴഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിങ്ങനെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണോ, എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ഇതാണോ, നമ്മുടെ ഒഴിച്ച് കറി ഇവിടെ ഏതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ ഇത്രയും മതി. ഇനി ഇത് ചിലപ്പോൾ കുറച്ച് കുറുകാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം ഇതിൻ്റെ വെക്കുന്നവരും കുറച്ചും നേരം കുറുകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 6 ചെറിയ ഉള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറുവേപ്പില അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം എന്താണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെയുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിനായി ഞാൻ ഒരു വാഴയിലേക്ക് ഞാൻ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു നാടൻ ഫീലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഴയിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ചോറ് വിളമ്പി. ഓക്കെ, ഇനി നമുക്ക് ഒഴിച്ച് കറി എടുക്കാം. ഒഴിച്ച് കറി കുറച്ചും കൂടി നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ അയിലപ്പീര അത് ഞാനൊന്നും കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കറികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരി കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത്. കാരണം പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല. നല്ല അപാര ടേസ്റ്റാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, പക്ഷേ എന്നാലും നല്ല അടിപൊളി റെസിപ്പിയാണത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്